കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരെങ്കിലും ചുമ്മാതൊരു തരംഗം ഉണ്ടാക്കുവാൻ വേണ്ടി ഉണ്ടാക്കിവിട്ട വോയിസ് ക്ലിപ്പുകളാണ് ഇതെങ്കിൽ എനിക്കത് ഒരിക്കലും പ്രൈവറ്റ് ആക്കേണ്ട ഗതികേടുണ്ടാവില്ല. അപ്പോൾ എന്റെ ചോദ്യം, ആരാണ് ഇതിന്റെ പിൻപിൽ കളിക്കുന്നത്? 16 ലക്ഷം PR കൊടുത്തതിന്റെ കഥ പറഞ്ഞ് പാട്ടും ഉണ്ടാക്കിക്കൊണ്ട് ഒരുത്തൻ അതിനകത്ത് കിടന്ന് അർമാദിക്കുമ്പോൾ ഇവിടെ PR വർക്കേഴ്സ് നമ്മൾ വിട്ട തെളിവുകളെ ബ്ലോക്ക് ചെയ്യുവാൻ വേണ്ടി ഒരാളുടെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ഒടുവിൽ ഞാനത് പ്രൈവറ്റ് ആക്കി. പക്ഷേ അതിനോടകം പല ആൾക്കാരും ആ വീഡിയോ ക്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്തു. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ കൂടി ആ വീഡിയോ പുറത്തു വന്നു. ആ വീഡിയോ പുറത്തുവിട്ട വ്യക്തി ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഞാനത് മുക്കാൻ വേണ്ടി തയ്യാറായത്? പേടിയുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന്. അത് ന്യായമായൊരു ചോദ്യം തന്നെയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ സീസൺ PR വർക്കുകളുടെ പേരിലായിരിക്കും അറിയപ്പെടുക. ഈ സീസണിൽ ആകെ കൂടി PR വർക്ക് കൊടുത്തിട്ട് വന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് അനുമോളാണ്. നിസ്സാര തുകയൊന്നുമല്ല PRന് വേണ്ടി അനുമോൾ വാരി എറിഞ്ഞത്. 16 ലക്ഷം രൂപയാണ്. ബിഗ് ബോസ് അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തു. ഇത് അറിഞ്ഞിട്ടാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ആ ടാസ്കിൽ വെച്ചാണ് ഈ 16 ലക്ഷത്തിന്റെ കണക്ക് ബിന്നി കൃത്യമായി പുറത്തുവിട്ടത്. അതേക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങളൊക്കെ മുൻപ് പറഞ്ഞതാണ്. വീണ്ടും ചില കാര്യങ്ങൾ കൂടി സംസാരിക്കണമെന്ന് തോന്നി. അതിനു മുൻപായി ഒരു കാര്യം പറയുകയാണ്. സാധാരണ അങ്ങനെ പറയാത്തൊരു കാര്യമാണ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കണ്ടിട്ട് താല്പര്യമുള്ളവർ, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ എന്ന രീതിയിൽ അതേക്കുറിച്ച് ഒന്നും പറയാറില്ല ഞാൻ. എന്നാൽ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ കാണുന്ന വ്യക്തികളിൽ 90% ആൾക്കാരും വീഡിയോ കണ്ടുപോവുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അത് കാണുമ്പോൾ ഒരു സങ്കടം തോന്നാറുണ്ട്. ഒരുപക്ഷെ ഓർക്കാത്തത് കൊണ്ടായിരിക്കുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി പറയുന്നത്. അത് മറന്നു പോകരുത്. ഒപ്പം ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ പറയാൻ വന്ന വിഷയത്തിലേക്ക് പോവുകയാണ്. ബിന്നി ആ മോർണിംഗ് ആക്ടിവിറ്റിയിൽ തുറന്നുവിട്ട ഭൂതം, അത് 16 ലക്ഷത്തിന്റെ ഭൂതം. ആ ഒരു വാക്ക് അകത്തും പുറത്തും വലിയ കോളിളക്കം സൃഷ്ടിച്ചു. തുടക്കം മുതൽ തന്നെ ഈ സീസണിൽ അനുമോളെ കോർണർ ചെയ്തുകൊണ്ടായിരുന്നു ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരുന്നതെങ്കിൽ ഈ ഒരു വെളിപ്പെടുത്തലിന് ശേഷം ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും അധികം അനുമോളെ ക്രൂശിക്കുവാൻ ആൾക്കാർ തയ്യാറായത്. കഴിഞ്ഞ ദിവസം കൂടി നൂറ പറഞ്ഞു, നിനക്ക് പുറത്ത് PR വർക്കുള്ളതിന്റെ അഹങ്കാരമാണ് എന്ന്. ചുരുക്കി പറഞ്ഞാൽ അനുമോൾക്ക് ഇപ്പോൾ ഒന്നും തന്നെ പറയാൻ പറ്റാത്തൊരവസ്ഥയായി. ചിരിക്കാൻ പറ്റില്ല, കരയാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനെയെല്ലാം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ്. പക്ഷേ ഇവർക്കൊക്കെ അതും പറ്റും കേട്ടോ. ഇവർക്ക് കരയാം, അവർക്ക് ചിരിക്കാം, അവർക്ക് സ്ഥാനത്തും അസ്ഥാനത്തും നല്ലതും മോശവുമായിട്ടുള്ള കമന്റുകൾ പറയാം. അതൊന്നും ഒരു പ്രശ്നമല്ല. ആ വീട്ടിൽ അതാരും ചർച്ചയാക്കാനോ മീറ്റിംഗ് കൂടുവാനോ തീരുമാനിക്കാറുമില്ല. പുറത്തും കാര്യമായിട്ടുള്ള ചർച്ചകൾ നടത്താറില്ല. ഈ സീസണിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അനുമോൾ കപ്പടിച്ചാൽ ഉറപ്പാണ് പുറത്ത് PR വർക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് അനുവിന് ആ കപ്പ് കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു മണ്ടന് കപ്പ് കൊടുത്തു, ഈ പ്രാവശ്യം ഒരു മണ്ടിക്ക് കപ്പ് കൊടുക്കും. ഇത്രയുമൊക്കെ PR വർക്കുകൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നടക്കില്ല എന്നാണ് പലരുടെയും സംശയം. ഇനിയിപ്പോ കപ്പ് കിട്ടിയില്ലെങ്കിലോ? 16 ലക്ഷത്തിന്റെ PR കൊടുത്തിട്ടും അനുമോൾക്ക് കപ്പ് കിട്ടിയില്ല എന്ന് വെച്ചാൽ അവൾ അത്രയ്ക്ക് മോശമാണെന്ന് കേരള ജനത തിരിച്ചറിഞ്ഞു. ഇതൊക്കെ തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഇനി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന കാര്യങ്ങൾ. മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണെങ്കിലും വീണ്ടും ആ വാക്ക് ആവർത്തിക്കുകയാണ്. അനുമോൾ 16 ലക്ഷം രൂപയ്ക്ക് PR വർക്ക് കൊടുത്തു എന്ന് പറഞ്ഞ ആളാരാണ്? ബിന്നി. ആ ബിന്നി 8 ലക്ഷം രൂപയ്ക്ക് PR വർക്ക് കൊടുത്തതിന് ശേഷമാണ് അവിടെ വന്ന് ഈ മഹാപാപം ചെയ്തത്. മഹാപാപം എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അനുമോൾക്ക് PR ഉണ്ടെന്ന് പറഞ്ഞൊന്നുമല്ല. പകരം നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞു എന്നുള്ളതാണ്. അതായത് 16 ലക്ഷം രൂപ എന്നുള്ള കണക്ക്, അതും മുഖത്ത് നോക്കി പറയുകയാണ് അനുമോൾ അത് തന്നോട് മാത്രമായിട്ട് പറഞ്ഞെന്ന്. ആദിലയോടും നൂറയോടും പറഞ്ഞിട്ടില്ലാത്ത രഹസ്യം നിന്നോട് ഞാൻ എങ്ങനെ പറയും? അതാണ് അനുമോളുടെ ചോദ്യം. ഇവിടുത്തെ ക്യാമറ കണ്ണുകൾ തീർച്ചയായിട്ടും കള്ളം പറയില്ലല്ലോ. ക്യാമറ അത് പുറത്തു വിടട്ടെ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞിട്ടുണ്ട്, നീ അത് മറന്നുപോയതായിരിക്കും. പക്ഷേ ഞാനത് ഓർക്കുന്നുണ്ട്. എന്റെ ചോദ്യം, ഈ 16 ലക്ഷം PR ഏജൻസിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെന്തിനാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത്? ആകെ കൂടി 50 ലക്ഷം രൂപ. ഈ 50 ലക്ഷത്തിൽ 16 PRന് പോയി. പിന്നീട് കിട്ടുന്ന 35 ലക്ഷം. ഈ 35 ലക്ഷത്തിൽ നിന്നും 15 ലക്ഷം ടാക്സ് അടയ്ക്കണം. പിന്നെയുള്ളത് വെറും 19 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. ഇപ്പം മണി വീക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിന്നറാകുന്ന മത്സരാർത്ഥിയുടെ അക്കൗണ്ടിൽ നിന്നായിരിക്കും ആ പണം കട്ട് ചെയ്യുന്നത്. ഏകദേശം 5 ലക്ഷം രൂപയോളം പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്രയായിരിക്കും അടുത്ത ടാസ്കുകൾ കൂടി ബിഗ് ബോസ് കട്ട് ചെയ്യാൻ പോകുന്നത്? അത് നമുക്കറിയില്ല. ഇപ്പോഴത്തെ കണക്ക് വെച്ച് അനുമോൾ ആണ് വിന്നറാകുന്നതെങ്കിൽ അനുമോൾക്ക് ലഭിക്കുവാൻ സാധ്യതയുള്ള തുക 14 ലക്ഷം രൂപയാണ്. ഈ 14 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് എടുത്താ പൊങ്ങാത്ത ഇതിനേക്കാൾ വലിയൊരു എമൗണ്ട് PR വർക്കിന് വേണ്ടി താൻ കൊടുത്തത്. ബിഗ് ബോസിനുള്ളിലേക്ക് കയറി പോകുന്നതിൽ വലിയൊരു കൂട്ടം ആൾക്കാർ നെഗറ്റീവായിട്ടാണ് പുറത്തേക്ക് വരിക. കാരണം നിരന്തരമായിട്ടുള്ള ആക്രമണമാണ്, അകത്തും പുറത്തുമുള്ള ആക്രമണം. ചിലപ്പോൾ ലൈഫ് തന്നെ ഇല്ലാതെയായി പോയേക്കാം. ബിഗ് ബോസ് പ്രേക്ഷകർ അത്ര പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആണ് കഴിഞ്ഞ സീസണിലെ ജാസ്മിൻ ജാഫർ. അവരുടെ ജീവിതം തന്നെ ഈ ഒരു ഷോ നിമിത്തം മറ്റൊന്നായി മാറി.
സമാന രീതിയിലുള്ള ആക്രമണം തന്നെയാണ് അനുമോളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവരെ ഇല്ലാതെയാക്കി കളയുവാൻ തക്കവണ്ണമുള്ള ആക്രമണം. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഈ സീസൺ തുടങ്ങിയ സമയം മുതൽ അക്ബറിന്റെ നേതൃത്വത്തിൽ അതിഭീകരമായ ടോർച്ചറിങ്ങും ബുള്ളിയിങ്ങും ഒക്കെയാണ് അനുമോൾക്ക് നേരിടേണ്ടി വന്നത്. അക്ബറിനെ മാത്രം എടുത്തു പറയുവാൻ കഴിയില്ല. ആ വീട്ടിൽ ആരാണ് അനുമോൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടാതിരുന്നത് എന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്. എല്ലാവരും അവരവരുടെ പങ്ക് വളരെ ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. എന്നിട്ടും ഇതുവരെയും അവർ പിടിച്ചു നിന്നു. ഒടുവിൽ അവർ PR-ന്റെ പിൻബലത്തിൽ മാത്രമാണ് പിടിച്ചു നിന്നത് എന്നുള്ള ഒരു വലിയ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഇന്ന് നടന്ന ടാസ്കിൽ 1,40,000 രൂപ അനുമോൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതും PR-ന്റെ പിൻബലത്തിൽ തന്നെയാണ്, ഒരു തർക്കവുമില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം കൺഫെഷൻ റൂമിലേക്ക് പോയിട്ട് അനുമോൾ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ്, ഞാൻ PR വർക്ക് ഉള്ളത് കൊണ്ട് ഇവിടെ പിടിച്ചു നിൽക്കുന്ന വ്യക്തിയാണോ? ഇതുവരെ ഞാൻ നിലനിന്നത് PR വർക്കിന്റെ പിൻബലത്തിലാണോ? അതിന് ബിഗ് ബോസ് എനിക്കൊരു മറുപടി നൽകണം. ബിഗ് ബോസ് പറഞ്ഞ മറുപടി, നിങ്ങൾക്ക് പ്രേക്ഷക പിന്തുണയുള്ളത് കൊണ്ടാണ് ഇതുവരെയും ഇവിടെ നിന്നത്. നിങ്ങളുടെ ഗെയിമിനെ നിങ്ങൾ ശ്രദ്ധിക്കൂ, ബാക്കിയുള്ളതൊക്കെ മറക്കൂ എന്നായിരുന്നു. ബിന്നി എന്തുകൊണ്ടാണ് അനുമോൾക്കെതിരെ ഇങ്ങനെ ഒരു ആക്രമണം അഴിച്ചുവിടുവാൻ തയ്യാറായത്? അത് മനസ്സിലാക്കുവാൻ വേണ്ടി ബഹിരാകാശത്ത് പര്യവേഷണം നടത്തുന്ന സയന്റിസ്റ്റുകളുടെ തലച്ചോറൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. അനുമോളോടുള്ള അസൂയ മൂത്ത് പണ്ടാരമടങ്ങിയിട്ട് തന്നെയാണ് ബിന്നി അങ്ങനെ ഒരു ആക്രമണം നടത്തിയത്. അനുമോളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ബിന്നിയുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ട. എത്ര ക്രൂരമായൊരു മനസാക്ഷിയാണ് അവരുടേത്. അത് മനസ്സിലാകണമെങ്കിൽ അനുമോൾക്കെതിരെ അവർ ആര്യനോട് പറഞ്ഞ ഒരൊറ്റ വാക്കു മാത്രം ചിന്തിച്ചാൽ മതി. കാഞ്ചനമാലയുടെയും മൊയ്തീന്റെയും വേഷം കെട്ടി ഡാൻസ് ചെയ്തപ്പോൾ അനുമോൾ നിന്നെ കെട്ടിപ്പിടിച്ചത് ലൈംഗിക ദാഹത്തോടു കൂടിയായിരുന്നു, നിനക്കത് ഫീൽ ചെയ്തു എന്ന് നീ ലാലേട്ടൻ വരുമ്പോൾ പറയണം. ഈ വാക്കുകളായിരുന്നു ബിന്നി ആര്യൻ ഉപദേശിച്ചു കൊടുത്തത്. ശരിക്കും നിങ്ങളൊരു സ്ത്രീയാണോ? നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു മത്സരാർത്ഥിയെ നശിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഒരു വാക്കു പറഞ്ഞപ്പോൾ അത് കേൾക്കുന്ന പുറം ലോകം അതിനെ എങ്ങനെയായിരിക്കും ഏറ്റെടുക്കാൻ പോകുന്നത്? ആ വാക്കിന് ഏതു തരത്തിലുള്ള വ്യാഖ്യാനങ്ങളായിരിക്കും പുറത്തെ മനുഷ്യർ കൊടുക്കുവാൻ പോകുന്നത്? ഒരു പെൺകുട്ടിയുടെ ജീവിതം തന്നെയായിരിക്കും അതിന്റെ പിൻപിൽ ബലി കഴിക്കപ്പെടുവാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ലാതെ ഒരു വ്യക്തിക്കെതിരെ അടിക്കുവാൻ പറ്റുന്നത് ഏറ്റവും വലിയ വജ്രായുധം തന്നെയാണ് നിങ്ങൾ അന്ന് കയ്യിലെടുത്തതും അനുമോൾക്കെതിരെ ആഞ്ഞടിച്ചതും. നിങ്ങളുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ പെട്ടെന്ന് ആര്യൻ പോലും ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു പ്രസ്താവന ലാലേട്ടന്റെ മുഖത്ത് നോക്കി നീ പറയണമെന്ന് ഒരു ഉളുപ്പും യാതൊരു സങ്കോചവും ഇല്ലാതെ നിങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തളം കെട്ടി നിൽക്കുന്ന വിഷത്തിന്റെ വ്യാപ്തി എത്ര ഭീകരമാണ്, എത്ര വലുതാണ് എന്ന് മലയാളി പ്രേക്ഷകർ മനസ്സിലാക്കി. നിങ്ങളുടെ മുഖത്ത് നോക്കി കുത്തിത്തിരിപ്പുകാരി എന്ന് അക്ബർ പറയുകയും അങ്ങനെ ഒരു പാട്ട് പാടുകയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് വേദനയുണ്ടായി. എന്നാൽ നിങ്ങൾക്കൊപ്പം മത്സരിക്കുന്ന ഒരു മത്സരാർത്ഥിയോടുള്ള അസൂയ മൂത്തിട്ട് അവർക്ക് കാമഭ്രാന്താണെന്ന് വിളിച്ചു പറയുവാൻ നിങ്ങൾ ധൈര്യം കാണിച്ചപ്പോൾ ആ പെൺകുട്ടിക്ക്, അത് കേൾക്കുന്ന അതിൻ്റെ മാതാപിതാക്കൾക്ക്, അതിൻ്റെ ബന്ധുക്കൾക്ക് എത്രമാത്രം വേദനയായിരിക്കും ഉണ്ടാവുക? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്കെതിരെ അത്തരത്തിലുള്ളൊരു പ്രസ്താവന ആരെങ്കിലും ഇറക്കണം. അത് നിങ്ങളുടെ കാതിൽ നിങ്ങൾ കേൾക്കണം. ഈ ഒരു യൂട്യൂബ് ചാനലിൽ കൂടി ഞാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു യൂട്യൂബറോ നിങ്ങൾ പറഞ്ഞതുപോലൊരു തെമ്മാടിത്തരം നിങ്ങൾക്കെതിരായി പറഞ്ഞാൽ അത് കാണുന്ന നിങ്ങളുടെ ഭർത്താവ് നൂബിന്റെ മനസ്സിന്റെ ആ അവസ്ഥ എന്തായിരിക്കും? അയാളുടെ ആ സമയത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതെങ്ങനെ അയാൾക്ക് കണ്ടു തീർക്കുവാൻ കഴിയും? നിങ്ങൾക്കത് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ഒരു ചിന്തയും ഇല്ലാത്ത താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഒരു സ്ത്രീയെ നശിപ്പിച്ചില്ലാതാക്കാൻ വേണ്ടി ഇറങ്ങിയ ക്രൂര മനസാക്ഷിയുള്ള ഒരു ഇരുകാലി മൃഗമാണ് ബിന്നി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കതിനെ നിഷേധിക്കാൻ പറ്റുമോ? പക്ഷേ ഭാഗ്യത്തിന് നിങ്ങൾ ഓതിക്കൊടുത്ത ആ കഥ ലാലേട്ടന്റെ മുമ്പിൽ ആര്യൻ അവതരിപ്പിച്ചില്ല. അവിടെ നിങ്ങൾ വട്ടത്തിൽ മൂഞ്ചിപ്പോയി. അവിടെയാണ് 16 ലക്ഷത്തിന്റെ അടുത്ത PR കഥയുമായിട്ട് വരുവാൻ നിങ്ങൾ തീരുമാനിച്ചത്. അത് ഏകദേശം ക്ലിക്കായി. അതാണ് ഇപ്പോൾ സമൂഹത്തിൽ വലിയൊരു ചർച്ചയ്ക്ക് വഴിമരുന്നിട്ട പ്രധാന ഘടകമായി മാറിയത്. നിനക്ക് പുറത്ത് PR ഉണ്ട്, അതിന്റെ അഹങ്കാരമാണ് നീ ഇവിടെ കാണിക്കുന്നത് എന്നൊരുത്തി അനുമോളുടെ മുഖത്ത് നോക്കി കഴിഞ്ഞ ദിവസം ധാർഷ്ട്യത്തോടെ വിളിച്ചു പറഞ്ഞു. അതിന്റെ കാരണക്കാരി ബിന്നി മാത്രമാണ്. 8 ലക്ഷം രൂപയ്ക്ക് PR എടുത്ത് ആഴ്ച തോറും അതിന്റെ പേയ്മെന്റ് PR ഏജൻസിയുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായി അയച്ചു കൊടുത്തുകൊണ്ടിരുന്ന ബിന്നി തന്നെയാണ് കണ്ണുനീരിന്റെ അകമ്പടിയോടുകൂടി അനുമോളുടെ PR വർക്കിനെ കുറിച്ച് വർണ്ണിച്ചത്. എന്നിട്ടോ ഇപ്പൊ എന്തായി? നിങ്ങൾ വീട്ടിൽ പോയി ചൊറി കുത്തിയിരിക്കുകയാണ്. അനുമോൾ ഇപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ തന്നെയുണ്ട്. പക്ഷേ നിങ്ങൾ പറഞ്ഞ ആ കഥ അത് പാട്ടായും പരിഹാസമായും ഏറ്റുപിടിച്ച മനസാക്ഷി എന്നുള്ളത് ലെവലേശം പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത അക്ബർ എന്നൊരു വിഷവിത്ത് അന്നു മുതൽ അത് വെച്ച് അനുമോളെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സീസണിൽ ഏറ്റവും അധികം പണം PR വർക്കുകൾക്ക് വേണ്ടി വാരി ചിലവഴിച്ചിട്ട് നിൽക്കുന്ന വ്യക്തി അക്ബറാണ്. ഞാൻ ഈ പറയുന്നത് വെറുതെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളല്ല, ഇത് ആധികാരികമാണ്. ഏറ്റവും അധികം പണം ഈ സീസണിൽ PR വർക്കിന് വേണ്ടി അക്ബറാണ് ചിലവഴിച്ചത്. എന്നിട്ടോ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിച്ചു അക്ബറിന് PR ഉണ്ടോ എന്ന്. എന്താണ് അക്ബർ ഇല്ല ലാലേട്ട എനിക്ക് PR ഇല്ല എന്ന് പറയാതിരുന്നത്? അത് പറ്റില്ല, ചിലപ്പോൾ ലാലേട്ടൻ പൊളിച്ചടുക്കിയേക്കും എന്നുള്ള ഭയം. അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഉണ്ട് ലാലേട്ട എന്ന്. ആ വാക്കുകൾ എന്തുകൊണ്ടാണ് മലയാളി പ്രേക്ഷകർ ചർച്ചയാക്കാതിരുന്നത്? അനുമോളുടെ 16 ലക്ഷത്തെക്കുറിച്ച് മാത്രമാണ് ചർച്ച വീണ്ടും നടന്നുകൊണ്ടിരുന്നത്.
ലാലേട്ടന്റെ മുഖത്ത് നോക്കി ചെറുതായിട്ടൊക്കെ PR ഉണ്ട് ലാലേട്ട എന്ന് വിളിച്ചു പറഞ്ഞ അക്ബർ വീണ്ടും അതേ നാവ് കൊണ്ട് തന്നെ അനുമോളുടെ PR വർക്കിനെ പറ്റി പരിഹസിച്ച് പാട്ടുകൾ പാടുകയാണ്. അതിലെ വിരോധാഭാസം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എന്തുകൊണ്ട് അതാരും ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല? ഫേസ്ബുക്കിൽ ഓരോ 5 മിനിറ്റുകൾ കൂടും തോറും പോസ്റ്റുകൾ കൊണ്ടുവന്ന് തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ. അവരെന്തുകൊണ്ടാണ് അക്ബറിന് PR വർക്കുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാത്തത്? നിങ്ങൾ പോസ്റ്റ് ഇടില്ല, കാരണം നിങ്ങളുടെ ടാർഗറ്റ് അനുമോൾ മാത്രമാണ്. അപ്പന് വിളിക്കുകയും അമ്മയ്ക്ക് വിളിക്കുകയും അങ്ങേയറ്റത്തെ തെറികൾ വിളിക്കുകയും ചെയ്യുന്ന ആരെയും കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ അനുമോൾ പറഞ്ഞ ചില വാക്കുകൾ, അതാണ് നിങ്ങൾക്കിപ്പോഴും മഹാപാപമായി തോന്നുന്നത്. അക്ബറിന് വേണ്ടി ഫണ്ടിങ് നടക്കുന്നത് വിദേശത്ത് നിന്നാണ്. കഴിഞ്ഞ ദിവസം അതേ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. PR ഏജൻസികളുടെ കയ്യിൽ നിന്നും സബ് എടുത്തിട്ട് PR പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം എനിക്ക് ഒരു വോയിസ് ക്ലിപ്പ് അയച്ചു തന്നു. ആ വോയിസ് ക്ലിപ്പിൽ അദ്ദേഹം ശക്തമായിട്ട് ഊന്നി പറഞ്ഞത് അക്ബറിന്റെ PR വർക്കിനെ കുറിച്ചായിരുന്നു. അക്ബർ മാത്രമല്ല, അക്ബർ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്ത് അനീഷ് നിൽപ്പുണ്ട്, അത് കഴിയുമ്പോൾ ഷാനവാസ് ഉണ്ട്, ആദില, നൂറ, എന്തിനേറെ സാബുമാന് വരെ PR ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ആ വോയിസ് ക്ലിപ്പിൽ അദ്ദേഹം തുറന്നടിച്ചു. ആ വോയിസ് റെക്കോർഡുകൾ ഏകദേശം 2 ആഴ്ചയിലധികം ഞാൻ പുറത്തു വിടാതെ വെച്ചിരുന്നു. എന്തിനാണ് വെറുതെ ഇതൊക്കെ എടുത്തിട്ട് കളിക്കുന്നത് എന്ന് ഓർത്തിട്ട്. പക്ഷേ ബിഗ് ബോസ് വീട്ടിലെ അക്ബറിന്റെ ഈ പരിഹാസം, അനുമോളുടെ 16 ലക്ഷത്തെക്കുറിച്ചുള്ള പരിഹാസം അതിരുവിടുവാൻ തുടങ്ങിയപ്പോൾ, അത് ഏറ്റുപിടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ശക്തമായിട്ട് അനുമോളെ പരിഹസിക്കാൻ തുടങ്ങിയപ്പോൾ, എന്നാൽ ഈ വോയിസ് ക്ലിപ്പ് പുറത്തുവിടാം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഒരു വീഡിയോയിൽ ഞാൻ ആ വോയിസ് ക്ലിപ്പുകൾ ഉൾപ്പെടുത്തി പബ്ലിഷ് ചെയ്യുന്നത്. അത് വെറും ഒരു വോയിസ് ക്ലിപ്പ് അല്ലേ? തെളിവുകളൊന്നുമില്ലല്ലോ. ആർക്ക് വേണമെങ്കിലും അങ്ങനെയുള്ള വോയിസ് ക്ലിപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഏതു മനുഷ്യനെയും അപഹാസ്യനാക്കുവാൻ, പരിഹസിക്കുവാൻ വേണ്ടി അത് ആർക്കും ചെയ്തെടുക്കുവാൻ പറ്റും. എന്റെ വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾക്കും ഇതുപോലുള്ള വോയിസ് ക്ലിപ്പുകൾ അയക്കാം. സത്യമാണ് എന്ന് കരുതി ഞാനത് പുറത്തുവിടും. പക്ഷേ അതിന് എന്ത് ആധികാരികതയാണുള്ളത്? അറിയപ്പെടാത്ത ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ട് ആരോ പറഞ്ഞു വിട്ടൊരു വോയിസ് ക്ലിപ്പ്, അതിനെ നമുക്ക് എങ്ങനെയാണ് മുഖവിലക്കെടുക്കുവാനും വിശ്വസിക്കുവാനും കഴിയുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന്റെ മറുപടി, ആ വോയിസ് ക്ലിപ്പുകൾ പുറത്തുവിട്ട് 30 മിനിറ്റ് തികയുന്നതിന് മുൻപ് ആ വോയിസ് ക്ലിപ്പുകൾ എനിക്ക് അയച്ചു തന്ന വ്യക്തി എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ ദയവ് ചെയ്ത് ആ വീഡിയോ നിങ്ങൾ പ്രൈവറ്റ് ആക്കണം, അത് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ രൂക്ഷമായ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. അവരുടെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ പറ്റുന്നില്ല. കാശ് കണ്ടമാനം വാരി മുടക്കുന്ന ആൾക്കാർ, അവർക്കെതിരായിട്ടൊരു വോയിസ് ക്ലിപ്പ് അത് ലീക്കായി എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ വോയിസ് പുറത്തുവിട്ട ആളിനെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി അതിശക്തമായ പ്രക്ഷോഭണം ആരംഭിച്ചു. ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരെ എല്ലാം വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. ഒടുവിൽ അതിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളത് ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ വീഡിയോ നിങ്ങൾ പ്രൈവറ്റ് ആക്കണം. നിരന്തരമായിട്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാനത് പ്രൈവറ്റ് ആക്കാൻ തയ്യാറായി. അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടി തന്നെയായിരുന്നു ഞാൻ ആ വോയിസ് ക്ലിപ്പുകൾ പുറത്തുവിട്ടത്. എങ്കിലും അത് ഞാൻ പ്രൈവറ്റ് ആക്കി. കാരണം ഞാൻ മൂലം എന്തിനാണ് മറ്റൊരു വ്യക്തി ആക്രമിക്കപ്പെടുന്നത് എന്നുള്ള ചിന്തയിലായിരുന്നു ആ ഒരു പ്രവൃത്തി ചെയ്തത്. പക്ഷേ വെറും 30 മിനിറ്റിനുള്ളിൽ 10,000-ത്തിലധികം ആൾക്കാർ ആ വീഡിയോ കാണുകയും വോയിസ് ക്ലിപ്പ് കേൾക്കുകയും ചെയ്തു. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരെങ്കിലും ചുമ്മാതൊരു തരംഗമുണ്ടാക്കുവാൻ വേണ്ടി ഉണ്ടാക്കിവിട്ട വോയിസ് ക്ലിപ്പുകളാണ് ഇതെങ്കിൽ എനിക്കത് ഒരിക്കലും പ്രൈവറ്റ് ആക്കേണ്ട ഗതികേടുണ്ടാവില്ല. അപ്പോൾ എന്റെ ചോദ്യം, ആരാണ് ഇതിന്റെ പിൻപിൽ കളിക്കുന്നത്? 16 ലക്ഷം PR കൊടുത്തതിന്റെ കഥ പറഞ്ഞ് പാട്ടും ഉണ്ടാക്കിക്കൊണ്ട് ഒരുത്തൻ അതിനകത്ത് കിടന്ന് അർമാദിക്കുമ്പോൾ ഇവിടെ PR വർക്കേഴ്സ് നമ്മൾ വിട്ട തെളിവുകളെ ബ്ലോക്ക് ചെയ്യുവാൻ വേണ്ടി ഒരാളുടെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ഒടുവിൽ ഞാനത് പ്രൈവറ്റ് ആക്കി. പക്ഷേ അതിനോടകം പല ആൾക്കാരും ആ വീഡിയോ ക്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്തു. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ കൂടി ആ വീഡിയോ പുറത്തു വന്നു. ആ വീഡിയോ പുറത്തുവിട്ട വ്യക്തി ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഞാനത് മുക്കാൻ വേണ്ടി തയ്യാറായത്? പേടിയുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന്. അത് ന്യായമായൊരു ചോദ്യം തന്നെയാണ്. പക്ഷേ അതിന്റെ സത്യാവസ്ഥ ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. വമ്പൻ PR വർക്കുകൾ കൊടുത്തിട്ട് അകത്ത് കയറിയ അക്ബറും ബിന്നിയും ഒക്കെയാണ് നല്ല പിള്ളകൾ ചമയുകയും അനുമോളെ ആക്രമിക്കുകയും ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. പുറത്തിറങ്ങിയ ബിന്നി നാഴികയ്ക്ക് 40 വട്ടം ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് കളിക്കുകയായിരുന്നു PR വർക്കുകളെ കുറിച്ച്, അനുമോളുടെ PR വർക്കുകളെ കുറിച്ച്. ഇപ്പൊ എന്താ സ്റ്റോറി ഇടാത്തത്? ഞാൻ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. അതിനുശേഷം പിന്നീട് PR വർക്കിന്റെ കഥ പറഞ്ഞുകൊണ്ട് ബിന്നി പുതിയ സ്റ്റോറിയുമായിട്ട് വന്നിട്ടില്ല. എന്തെങ്കിലും പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടെങ്കിൽ പുറത്തുവിടാൻ മറക്കരുത്. അതിനുശേഷം ചില കാര്യങ്ങൾ കൂടി നമുക്ക് പിന്നീട് പറയാനുണ്ട്.